ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പായസം ഉണ്ടാക്കണം തോന്നി. അപ്പോൾ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് നല്ലൊരു കാരമേലൊക്കെ പഞ്ചസാരൊക്കെ കാരമേൽ ചെയ്തിട്ട് നല്ലൊരു അടിപൊളി പായസം ഉണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് കാരമേൽ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാരമേലായി വരുന്നുണ്ട്. ഇങ്ങനെ തീ കുറച്ച് വെച്ച് ഇങ്ങനെ വരുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ കാരമലായതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതൊന്നുകൊണ്ട് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പാലുണ്ടായിരുന്നുണ്ട്. അപ്പോൾ പാൽ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്ത് നല്ല 2 തേങ്ങ ഒക്കെ പൊളിച്ച് കുറച്ച് അതിൻ്റെ പാലൊക്കെ എടുത്തിട്ടാ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സാബുനരി ഉണ്ടല്ലോ, ഒരു 1/4 കപ്പോളം അതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പഞ്ചസാരൊക്കെ കാരമലായി ഇറക്കി വെച്ച് ഞാൻ അതും കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടെ. പെട്ടെന്ന് വേവുമല്ലോ, കുറച്ച് ചെറിയ അതാണ് കേട്ടോ സാബുനരി. അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാതെ എന്ത് പായസമല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് വെച്ചിരിക്കുന്നത്. പാൽ ഒഴിക്കട്ടെ. അപ്പോൾ നമുക്ക് എനിക്ക് അധികം തേങ്ങാപ്പാലിൻ്റെ പായസങ്ങൾ തന്നെയാണ് അധികം ഇഷ്ടം. അതുകൊണ്ടല്ല, പാൽ കുറവായിരുന്നു. അപ്പോൾ പിന്നെ വേഗം തേങ്ങാപ്പാലൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നുണ്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം സേമിയ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സേമിയ, 1 കപ്പ് സേമിയ വറുക്കാത്തതും ഉണ്ടായിരുന്നു, കുറച്ച് ഒരു 1/4 കപ്പോളം വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ വറുക്കാത്തതൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ വറുത്തതൊന്ന് അതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പായസം കുടിക്കണം തോന്നിയപ്പോൾ അപ്പോൾ അതുള്ളതായിട്ടൊക്കെ ഒരു പായസം ഉണ്ടാക്കിയിട്ട് സാധനങ്ങളുണ്ട്, പക്ഷെ ഒക്കെ കുറേശ്ശെ ഉള്ളതെന്ന് മാത്രം. അങ്ങനെ പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്ത് ഒക്കെ സേമിയൊക്കെ നല്ല വറുത്തതിന് ശേഷം ആ പാൽ ഒന്നാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടാ. പാൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ 2-ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മളെ പഞ്ചസാര കാരമൽ ചെയ്തതും അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ പാൽ ഒഴിച്ച് ഒന്നുകൊണ്ട് തിളച്ചതിന് ശേഷം പിന്നെ മധുരം അതുകൊണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, നമുക്ക് മധുരം ബാലൻസ് ചെയ്യണ്ടേ, അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ അങ്ങനെ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടാ. 1 കപ്പ് പഞ്ചസാര ഞാൻ കാരമൽ ചെയ്ത് അങ്ങനെ 2 കപ്പാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തത് കേട്ടോ. നല്ല മധുരമില്ല, അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ട് ഉരുകി വന്നതിന് ശേഷം പിന്നെ 2-ാം പാൽ കൊണ്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഏലക്കായ പൊടി ഇട്ട് കൊടുത്തത്. അപ്പം ഇട്ട് കൊടുക്കാനാണ് മറന്നതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്നുകൊണ്ട് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഇട്ട് കൊടുത്ത് തീ ഓഫാക്കി. പിന്നെയാണ് ഓർമ്മയായത് ഏലക്കായ പൊടി ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ അപ്പോൾ കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുത്ത് നല്ല ചൂടുണ്ടല്ലോ, എന്നിട്ടാണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നല്ലൊരു അടിപൊളി പായസം കിട്ടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും.